ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിററിൻ്റെ ഇക്വേഷൻ വരെ നമ്മൾ ചെയ്തു. മിറർ ഇക്വേഷൻ 1/f = 1/u + 1/v അതുവരെ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സൈൻ കൺവെൻഷൻ ആണ്. നമുക്കിനി ഒപ്റ്റിക്സ് അല്ലെങ്കിൽ പ്രകാശത്തിനെ കുറിച്ചുള്ള പഠനം രണ്ട് തരത്തിൽ പഠിക്കാം. ജോമെട്രിക്കൽ മെത്തേഡും എക്സ്പെരിമെന്റൽ മെത്തേഡും. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തു മിറർ ആണെങ്കിൽ മിറർ, സ്ക്രീൻ ഇതൊക്കെ ഉപയോഗിച്ച് വസ്തുവിനെ വ്യത്യസ്ത പൊസിഷനുകളിൽ, വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വസ്തുവിനെ വയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണം പരീക്ഷണം ചെയ്ത് മനസ്സിലാക്കി പഠിക്കൽ. മറ്റൊരു രീതി ജോമെട്രിക്കൽ മെത്തേഡാണ്. അതായത് ജാമ്യതീയ രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ സ്വഭാവം പഠിക്കുന്ന രീതി. അത് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കാൻ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട മിറർ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് കണക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കോൺകേവ് മിററുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷണം നടത്തുന്ന സമയത്ത് കോൺകേവ് ദർപ്പണത്തിന്റെ രണ്ട് ഭാഗത്തും പ്രതിബിംബങ്ങളൊക്കെ രൂപീകരിക്കപ്പെടാം. രണ്ട് ഭാഗത്തും എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബങ്ങളും ഉണ്ട്, അതുമാതിരി ഉള്ളിൽ അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഇമേജും ഉണ്ട്. അപ്പൊ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം ഈ ഇമേജിന്റെ പൊസിഷൻ വി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം വി എവിടെയാണ്, ദർപ്പണത്തിന്റെ മുമ്പിലാണോ, പുറകിലാണോ, റിയൽ ആണോ, വെർച്വൽ ആണോ, ഇൻവേർട്ടഡ് ആണോ എന്നെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ചില സൈൻ കൺവെൻഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഉത്തരത്തിൽ നിന്ന് ഇമേജുമായി ബന്ധപ്പെട്ട എല്ലാ സ്വഭാവവും നമുക്ക് ലഭിക്കും. ആ സൈൻ കൺവെൻഷനാണ് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ഇത് സത്യത്തിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ചെയ്യുന്ന മാതിരി തന്നെയാണ്. ഗ്രാഫിൽ എന്തുണ്ട്, ഒരു ഒറിജിൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒറിജിൻ എന്തായിട്ട് എടുക്കും, ഒപ്റ്റിക് സെന്റർ ഒറിജിൻ ആയിട്ട് എടുക്കും. നമ്മൾ എന്താണ് ഒപ്റ്റിക് സെന്റർ, പോൾ ഈസ് ടേക്കൺ ആസ് ഒറിജിൻ എന്ന്. പോൾ എന്താണ്, ജോമെട്രിക്കൽ സെന്റർ, ജാമിതീയ മധ്യബിന്ദു. ഇനി ആ ഒപ്റ്റിക് സെന്ററിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന അളവുകൾ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്ന അളവുകൾ നെഗറ്റീവ്, മുകളിലേക്ക് എടുക്കുന്ന അളവുകൾ പോസിറ്റീവ്, താഴേക്ക് എടുക്കുന്ന അളവുകൾ നെഗറ്റീവ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കുന്ന രീതി. ഇതുമാതിരി തന്നെ ഒരു സൈൻ കൺവെൻഷൻ ആണ് നമുക്ക് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ടെക്സ്റ്റ് കുറഞ്ഞിട്ട് ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് കൺസിഡറിംഗ് ദ പോൾ ഓഫ് ദ മിറർ ആസ് ദ ഒറിജിൻ. പോളിനെ ഒറിജിൻ ആക്കി കണക്കാക്കി നമ്മൾ അളവുകൾ എടുക്കുന്നു. ഇനി ദോസ് മെഷേർഡ് ടു ദ റൈറ്റ് ഫ്രം O are positive, those are in the opposite direction are negative. വലത്തോട്ട് ഇത് പോളിൽ നിന്ന് എല്ലാ മെഷർമെന്റ്സും എടുക്കുന്നു. പോളിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം അളക്കാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റ് ആണ് OB. അപ്പൊ ഈ ഒബ്ജക്റ്റിലേക്ക് ഡിസ്റ്റൻസ് നമുക്ക് രണ്ട് തരത്തിൽ അളക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് അളക്കാം, അവിടുന്ന് ഇങ്ങോട്ട് അളക്കാം. പക്ഷെ നിയമം എന്താ, പോളിൽ നിന്നും അളക്കണം. പോളിൽ നിന്നും അളക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ അളക്കണം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് അളക്കാൻ രണ്ടും ഒരേ ഡിസ്റ്റൻസ്, പക്ഷെ പോളിൽ നിന്നും അളക്കാൻ തുടങ്ങണം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് അളക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒറിജിനിൽ നിന്നും ഇടത്തോട്ടാ. അപ്പൊ ഇതെന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. അതാണ് those measured to the right from O are positive and those in the opposite are negative. ഇനി distances measured upwards from x-axis are positive and those downwards are negative. That is, incident ray is to be considered as traveling from left to right. ഇനി മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷൻ എടുക്കുന്ന അളവുകൾ പോസിറ്റീവും താഴേക്ക് എടുക്കുന്ന അളവുകൾ നെഗറ്റീവായിട്ട് എടുക്കും. ഇനി സാധാരണ ലൈറ്റ് റേസ് എങ്ങനെ ഇടത്തുനിന്ന് വലത്തോട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണ മിറർ ഇങ്ങനെ വരച്ച് ഒബ്ജക്റ്റ് ഇവിടെ വെക്കാവുന്ന വേറെ രീതിയിൽ വരയ്ക്കാലോ. ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഇവിടെ വെക്കണം. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യണതായിട്ട് വരയ്ക്കേണ്ടി വരും. പക്ഷെ അതല്ല രീതി. ഇങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതല്ല നമ്മൾ ലോകം മുഴുവൻ അംഗീകരിച്ച രീതി മറ്റതാണ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത്, ഇവിടേക്ക് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ എല്ലാ ആളുകളും പോളിൽ നിന്നും എടുക്കാൻ തുടങ്ങണം. അപ്പോൾ ഇതാണ് ഇമേജ്. ഇവിടെ ഇമേജും എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുക. അപ്പൊ ഇതും നെഗറ്റീവായിട്ട് മാറും. ഇനി ഇമേജ് ഇൻവേർട്ടഡ് ആണ്, താഴെ ഇതിന്റെ ഹൈറ്റ് മെഷർ ചെയ്യുന്ന സമയത്ത് ഇതും നെഗറ്റീവ് ആവും. അതാണ്. അപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട് ഫ്രം ദ മിറർ, വസ്തുവിലേക്കുള്ള ദൂരം എങ്ങനെയാണ് നെഗറ്റീവ്.
ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഫ്രം ദ മിറർ അതും നെഗറ്റീവ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് പോസിറ്റീവ്, ഹൈറ്റ് ഓഫ് ദ ഇമേജ് നെഗറ്റീവ്. പിന്നെ ആ പട്ടിക വേറെ ചിത്രം കൊടുത്തിട്ട് അപ്പുറത്തൊരു ടേബിള് ഫില്ല് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ആദ്യത്തത് ഏതാ? യു. അതിൽ ഫില്ല് ചെയ്തതിന് -60. വി എത്രയാ? വി എന്ന് പറഞ്ഞാൽ കോൺകേവ് മിറർ ആണ്. വി IM 15 സെന്റിമീറ്റർ ആണ്. ഇമേജിലേക്കുള്ള ദൂരം 20 സെന്റിമീറ്റർ ആണ് കൊടുത്തേക്കണേ. അപ്പൊ -20 വരും, കാരണം നെഗറ്റീവ് ആണ് അവിടെ വരിക. ഇനി ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ് കൊടുത്തേക്കണേ, അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചിത്രമാണ്. ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ്, അതും നെഗറ്റീവ് വരും, കാരണം ഇവിടേക്കാണ് അളക്കുന്നത്. പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാ? റേഡിയസ് ഓഫ് കർവേച്ചർ സിയിലേക്കുള്ള അകലം അതെത്രയാ? 30 സെന്റിമീറ്റർ ആണ്. അതും നെഗറ്റീവ്. സിയിലേക്കുള്ള അകലമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അത് എത്ര കൊടുത്തിട്ടുണ്ട്? സിയിലേക്കുള്ള അകലം 30 സെന്റിമീറ്റർ അടിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതും നെഗറ്റീവായിട്ട് വരും, -30. പിന്നെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് +12. ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് മുകളിലേക്കാണ്, പക്ഷെ ഇമേജിന്റെ ഹൈറ്റ് താഴേക്കാണ്. അപ്പൊ അത് എത്ര വരും? നെഗറ്റീവ്. എത്രയാണ് ഇമേജിന്റെ ഹൈറ്റ്? ഇമേജിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ എന്ന് ലെഫ്റ്റ് സൈഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 4 സെന്റിമീറ്റർ. ശ്രദ്ധിക്കുക, ഇവിടെ 4 സെന്റിമീറ്റർ. അപ്പൊ 4 സെന്റിമീറ്റർ താഴേക്കാണ് അളക്കുക. 4 സെന്റിമീറ്റർ അളക്കുന്ന സമയത്ത് നെഗറ്റീവ്. പിന്നെ ഒരു പ്രോബ്ലം, ആ ഫോർമുല ഉപയോഗിച്ചൊരു പ്രോബ്ലം അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്, തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തന്നെ ചെയ്യാനുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യണം? ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ 20 സെന്റിമീറ്റർ അവേ ഫ്രം ഇറ്റ്. കോൺകേവ് മിററിന്റെ 20 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ വസ്തുവിലേക്കുള്ള ദൂരം u = 20 സെന്റിമീറ്റർ. ഉടനടി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. കോൺകേവ് മിറർ ആണ് വസ്തു, ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്തായിരിക്കും? നെഗറ്റീവ്. പിന്നെ അടുത്തത് എന്തുണ്ട്? ദ ഫോക്കൽ ലെങ്ത് ഈസ് 40 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് f = 40 സെന്റിമീറ്റർ. കോൺകേവ് മിറർ ആണ്, പ്രിൻസിപ്പൽ ഫോക്കസ് ഈ സൈഡിലാണ് വരിക. അപ്പൊ ഫോക്കൽ ലെങ്ത്തും എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഇനി എന്താ ചോദിച്ചേണ്ടത്? പൊസിഷൻ ഓഫ് ദ ഇമേജ് ആൻഡ് ഇറ്റ്സ് നേച്ചർ. പൊസിഷൻ, പ്രതിബിംബത്തിന്റെ സ്ഥാനമാണ് ചോദിച്ചത്. നമുക്കറിയാം 1/f. അപ്പോൾ നമ്മുടെ മിറർ ഫോർമുല ഉപയോഗിക്കണം. 1/f = 1/u + 1/v. 1/f = 1/u + 1/v. നമുക്ക് കാണേണ്ടത് v ആണ്. അപ്പൊ v യെ ഈക്വൽ ടു ഒരു ഭാഗത്ത് നിർത്തണം. നിങ്ങളോട് ഈ ഫോർമുല ഉണ്ടാക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1/f - 1/u = 1/v. ഇതിനെ എന്ത് വരും? u - f divided by uf = 1/v, or v ആണ് കാണേണ്ടത് uf / u - f. ഇനി ആ ഫോർമുലയിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then v is equal to uf -20 into -40 divided by u - f. -20 minus -40 എന്ത് വരും? is equal to -20 into -40 divided by -20. ചിഹ്നം മാറ്റി കൂട്ടണം. plus 40. അപ്പോൾ -20 plus 40 എന്ന് പറഞ്ഞാൽ +40 വരും. is equal to വീണ്ടും is equal to -20 into -40 divided by +40. Sorry, +20. -20 minus -40 is equal to -20 plus 40. 40 അല്ലേ വരുന്നത്? ഫോക്കൽ ലെങ്ത് f 40, u - f. Okay, -20 into -40 divided by +40 plus is equal to plus 20. അപ്പോൾ എത്ര വന്നു?
ആൻസർ -20 ഇൻറ്റു -40. -20 ഇൻറ്റു -40 ഡിവൈഡഡ് ബൈ +20 വരും. അപ്പൊ എത്ര കിട്ടും? പോസിറ്റീവ് 40 സെന്റിമീറ്റർ. പോസിറ്റീവ് 40 സെന്റിമീറ്റർ ഉത്തരം കിട്ടും. പോസിറ്റീവ് 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്താണ്, മറുവശത്താണ്. അങ്ങനെ കോൺകേവ് മിററിൽ മറുവശത്ത് വെർച്വൽ ഇമേജ് ഉണ്ടാകാറുണ്ട്. അതാണ് പോസിറ്റീവ് ഉത്തരം കിട്ടുന്നത്. അത് റിയൽ ഇമേജ് അല്ല. അപ്പൊ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുണ്ട്. വെർച്വൽ, എൻലാർജ്ഡ്. നമുക്കിനി എൻലാർജ്ഡ് ആണോ എന്നുള്ളതൊക്കെ ഇനി നമ്മൾ ചിത്രം വരയ്ക്കാൻ പോവാണ്. ആ ചിത്രം വരയ്ക്കുമ്പോൾ ഇതേ പൊസിഷനിലുള്ള ചിത്രം നമ്മൾ വരയ്ക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. തൽക്കാലം ഇപ്പൊ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് അതിൽ മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ നമുക്ക് ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് മാഗ്നിഫിക്കേഷനെ കുറിച്ച്, ആവർത്തനത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു ജോമെട്രിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കും എന്ന് പറഞ്ഞു. ജോമെട്രിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാൻ നമുക്ക് അടിസ്ഥാനമായിട്ട് കുറച്ച് ചിത്രങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം അത് വരച്ച് പഠിക്കുക. അപ്പൊ കോൺകേവ് മിറർ ആണ്. ഇത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് പോള് സി, സെന്റർ ഓഫ് കർവേച്ചർ. നമ്മൾ പറഞ്ഞു പോള് സെന്റർ ഓഫ് കർവേച്ചർ. പോളും സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസിന് ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ അത് എഴുതി കൂടെ പോവും, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ റിഫ്ലക്ട് ചെയ്യും. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വന്നാൽ മുഖ്യ ഫോക്കസിലൂടെ പോകും. അപ്പൊ ഇത് വരച്ച് പഠിക്കുക. ഇനി അടുത്തത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ, വക്രതാ കേന്ദ്രത്തിലൂടെ, സിയിലൂടെ ഒരു ലൈറ്റ് റേ വന്നാൽ, സിയുടെ ഡയറക്ഷനിൽ ഒരു പ്രകാശകിരണം വന്നാൽ വളരെ എളുപ്പമാണ്. ആള് മര്യാദക്കാരനാണ്. അതേ ഡയറക്ഷനിൽ അത് പ്രതിഫലിക്കും. അടുത്തതായിട്ട് പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ ഒരെണ്ണം വന്നാൽ അത് നേരത്തെ വിപരീതം. പ്രിൻസിപ്പൽ ആക്സിസിന് മുഖ്യാക്ഷത്തിന് സമാന്തരമായിട്ട് വന്നാൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പോവും. ഇവിടെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ വന്നാൽ അത് മുഖ്യാക്ഷത്തിന് സമാന്തരമായിട്ട്, ഇതിന് സമാന്തരമായിട്ട് പ്രതിഫലിക്കും. അപ്പൊ ഈ 3 ലൈറ്റ് റേസിനെ കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതിബിംബ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ പറ്റും. അതാണ്. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ ചിത്രങ്ങൾ നമ്മളൊന്ന് റഫായിട്ട് വരയ്ക്കാൻ പോവുകയാണ്. ആ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രോപ്പർട്ടീസ്, ഒരെണ്ണം ഇപ്പൊ ഞാൻ എക്സാമ്പിൾ വരയ്ക്കാം, അത്രയും കൂടി വരച്ച് പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള സ്ഥാനങ്ങൾ തന്നെ ഒന്ന് വരച്ചു നോക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ വരയ്ക്കാൻ പോകുന്നത് ബിയോണ്ട് സി, സിക്കും അപ്പുറം, അതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ബിയോണ്ട് സി, സിക്കും അപ്പുറം. അപ്പൊ വരയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് കോൺകേവ് മിറർ വരയ്ക്കുക. ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് പോള്, ഇത് ഒരു 10 സെന്റിമീറ്റർ അത്രയെങ്കിലും എടുത്ത് സി അടയാളപ്പെടുത്തുന്നു. അതിന്റെ പകുതിയിലായിരിക്കും എഫ്, സെന്റർ ഓഫ് കർവേച്ചർ. ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഇതാണ് വക്രതാരം, അതിന്റെ നേർപകുതിയായിരിക്കും. അത് ഇത് 10 ആണെങ്കിൽ ഇത്രയും ദൂരം 10 സെന്റിമീറ്റർ ആണെങ്കിൽ എഫ് 5 സെന്റിമീറ്റർ ആയിട്ട് അടയാളപ്പെടുത്തണം, പകുതിയായിട്ട് അടയാളപ്പെടുത്തണം. നമ്മൾ വസ്തുവിന്റെ സ്ഥാനം എവിടെ വയ്ക്കുന്നത്? ബിയോണ്ട് സി, സിക്കും അപ്പുറം. ഇതാണ് സി. അപ്പൊ ഇപ്പുറത്ത് വരയ്ക്കണം. വസ്തുവിനെ വരയ്ക്കാൻ എളുപ്പമാണ്. വസ്തുവിന് മെഴുകുതിരിയാണെങ്കിൽ മെഴുകുതിരി, ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ. അപ്പോ അതിനെ നമുക്ക് വരയ്ക്കാത്ര എളുപ്പമല്ല. അപ്പൊ നമ്മൾ വെറുതെ ഒരു ആരോ മാർക്ക് ഇട്ട് OB, ഒബ്ജക്ട് എന്ന് മാർക്ക് ചെയ്താൽ അത് വസ്തുവായി. ഇനി എന്ത് വേണം? ഇതിൽ നിന്നും 2 ലൈറ്റ് റേസ് വരയ്ക്കണം. നമുക്ക് അറിയുന്ന നിയമമായിരിക്കണം. അപ്പൊ 2 ലൈറ്റ് റേസ് ഞാൻ ഒരെണ്ണം പ്രിൻസിപ്പൽ ആക്സിസിന്, മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരച്ചു. മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് വരച്ചാൽ അത് ഇതിൽ കൂടെ പോകണം, മുഖ്യ ഫോക്കസിലൂടെ പോകണം. കണ്ടു, മുഖ്യ ഫോക്കസ്. ഇനി ഒരെണ്ണം സിയിലൂടെ വരച്ചു.
ഏറ്റവും എളുപ്പം അതാ. സിയിലൂടെ വരച്ചു. സിയിലൂടെ വരച്ചാൽ അത് ഇതിൽ കൂടെ പോകണം. സി മര്യാദക്കാരനാന്ന് പറഞ്ഞു, അതേ വഴി തിരിച്ചു. അപ്പൊ മിററിൽ വന്ന് തട്ടി അതേ വഴി തെറിക്കും. അപ്പൊ അങ്ങോട്ട് ഒരു അറ മാർക്ക് കിട്ടാൻ കഴിയും. ഇനി ഈ പ്രതിഫലന രശ്മികൾ റിഫ്ലക്റ്റഡ് റേസ് എവിടെയെങ്കിലും സന്ധിക്കുന്നുണ്ടോ നോക്കി. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെയാണ് സന്ധിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രതിബിംബം ഉണ്ടാവും. ഇവിടെ ഏത് ഭാഗം ഉണ്ടാവും? എവിടെ നിന്നാണോ വരയ്ക്കാൻ തുടങ്ങിയത് ആ ഭാഗം. നമ്മൾ ഇവിടുന്ന് തലയിൽ നിന്നാണ് വരയ്ക്കാൻ തുടങ്ങിയത്, അപ്പൊ ഇവിടെ തലയുണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? IM ഇത് ഇമേജ് നടയാൽപ്പെടുത്തി. ഇതെങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആണ്, തല കീഴായത്. അപ്പൊ എന്തൊക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് എഴുതാം ഇതിന്റെ? പൊസിഷൻ ബിറ്റ്വീൻ C ആൻഡ് F, സിക്കും എഫിനും ഇടയിൽ, ബിറ്റ്വീൻ C ആൻഡ് F പൊസിഷൻ. പിന്നെന്താ? റിയൽ, കൃത്യമായിട്ട് പ്രകാശകിരണങ്ങൾ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സന്ധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് യഥാർത്ഥമായിരിക്കും, റിയൽ ആയിരിക്കും. റിയൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനെ സ്ക്രീനിൽ, ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രീനിലാണ് കിട്ടുക. ഇനി അടുത്തെന്താ? ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ്. പിന്നെയോ ഇതെങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ്. അപ്പോ യഥാർത്ഥം, തലകീഴായത്, ഡിമിനിഷ്ഡ്. ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ വസ്തുവിനേക്കാൾ ചെറുത്. ഇത്രയുമാണ് സ്വഭാവം. അത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. പൊസിഷൻ ബിറ്റ്വീൻ C ആൻഡ് F റിയൽ, യഥാർത്ഥമാണ്. ഇൻവേർട്ടഡ് ആണ്, തല കീഴായതാണ്. പിന്നെയോ ബിറ്റ്വീൻ വസ്തുവിനേക്കാൾ ചെറുത്, ഡിമിനിഷ്ഡ് ആണ്. ഇത്രയുമാണ് പ്രോപ്പർട്ടീസ് എഴുതേണ്ടത്. അപ്പൊ ഇതാണ് ആദ്യത്തെ പൊസിഷൻ. ഇതുമാതിരി നിങ്ങൾ തന്നെ വരച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എല്ലാം വരയ്ക്കും. അപ്പൊ അടുത്ത പൊസിഷൻ ഞാനൊന്ന് പറയാം. അടുത്ത പൊസിഷൻ സിയിലാണ്. അപ്പൊ സിയിലും അതായത് ഇതുമാതിരി 2 ലൈറ്റ് റേസ് വരച്ചാൽ മതി, കൃത്യമായിട്ട് കിട്ടും. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, തന്നെ വരച്ചു നോക്കാം. പിന്നത്തെ പൊസിഷൻ ക്രമത്തിലാണ് പോവുക. ആദ്യം ബിയോണ്ട് CF, സിക്കും അപ്പുറം, പിന്നെ സിയിൽ, പിന്നെ ബിറ്റ്വീൻ C ആൻഡ് F, സിക്കും എഫിനും ഇടയിൽ വസ്തുവിനെ വെച്ച് വരയ്ക്കാം. പിന്നെയോ എഫിൽ വെച്ച് വരയ്ക്കുക. അതിനുശേഷം എഫിനും പോളിനും ഇടയിൽ. ഇത്രയും ചിത്രങ്ങളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഒരെണ്ണം ഞാൻ വരച്ചു കഴിഞ്ഞു, ഒരെണ്ണം തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ തിരുത്തും. അതിനുശേഷം ഇത് വരച്ച് പഠിക്കുക, ചോദിക്കും. എന്നിട്ട് നമുക്ക് അടുത്ത മാഗ്നിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.